ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം ഒന്ന് പറയാൻ വേണ്ടി അളിയൊന്ന് സംസാരിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഫോൺ ഞാൻ ജിതിനാണോ? ജിതിന് സംസാരിച്ചു. ജിതിൻ ജിതിൻ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ജിതിൻ എന്താണ് പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ജിതിൻ, ഞാൻ അരുണാണ്. ജിതിൻ, ഇപ്പോൾ എന്നെ SP വിളിച്ചിരുന്നു, MLA വിളിച്ചിരുന്നു. SP 5 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ SP ഇതുവരെയും എത്തിയിട്ടില്ല. അവിടെ എന്താണ് അവസ്ഥ ജിതിൻ? ഇവിടെ എന്താ സംഭവിച്ചിരുന്ന ഇന്നലെ മാർക്ക് ചെയ്ത ലൊക്കേഷനിൽ ഇതുവരെ മണ്ണെടുക്കാൻ അത് തയ്യാറായിട്ടില്ല. അവർ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ NDRFന് ഇതുവരെ കളക്ടർക്ക് നിന്ന് അനുമതി അവർ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ MPD ഉദ്യോഗസ്ഥര് കളക്ടറെ വിളിച്ച് ഫോണിൽ കളക്ടറെ വിളിച്ച് എന്നിട്ട് ഡയറക്റ്റ് അവരോട് പറയിപ്പിച്ചത് ഇപ്പോഴാണ് അവര് മണ്ണെടുക്കാൻ തയ്യാറാവുന്നത്. അതായത് ഇപ്പൊ ജിതിൻ എത്തിയതിനു ശേഷം ഏകദേശം 7:30 ശേഷമാണോ മണ്ണെടുക്കാൻ തയ്യാറായത്? ഇപ്പോഴും JCB കോളേജിൽ ഇപ്പോഴും MPD കേരളത്തിൽ നിന്നുള്ള MPD ഉദ്യോഗസ്ഥർ ഫോണിൽ കൊടുത്ത പ്രകാരം ഇപ്പൊ അവര് ഇവിടുന്ന് മണ്ണെടുക്കാൻ ഫോണിൽ അനുമതി കിട്ടിയിരിക്കുന്നത്. അവിടെ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞു, ഫോണിൽ അനുമതി കൊടുത്തിരിക്കുകയാണ്. ഫോണിൽ അനുമതി കൊടുത്തു. ഏകോപിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും സംഭവ സ്ഥലത്തില്ല. ഒരാളില്ല. NDRFിന്റെ ആൾക്കാരുണ്ട്, വേറെ SP തലത്തിലോ കളക്ടർ തലത്തിലോ ആരില്ല ഇവിടെ. SP എന്നോട് ഇപ്പോൾ നമ്മുടെ ഈ ലൈവ് കണ്ടിട്ട് SP എന്നെ വിളിച്ചിരുന്നു. അല്പസമയത്തോടെ ഞാൻ എത്തിച്ചേരാം, മിലിറ്ററിയുമായി ഏകോപിപ്പിക്കുന്നു പറഞ്ഞു. മിലിറ്ററി എവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ ജിതിൻ? ഇല്ല, ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ എന്തിനാണ് SP നമ്മളോട് പറഞ്ഞത് മിലിറ്ററി അവിടെ എത്തുന്നുണ്ട്, ഉടനെ എത്തും എന്ന്? മിലിറ്ററി എത്തുന്നു, അവിടെ മിലിറ്ററി എത്തും എന്നുള്ളതിന് എന്തെങ്കിലും സൂചനകളുണ്ടോ? അവിടെ NDRF ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോ? ഇല്ല, അങ്ങനെ അറിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിലവിൽ ഇപ്പോ എത്ര JCB അവിടെ ഉണ്ടാവും ജിതിൻ? ഇപ്പം 1 2 3 4 JCB ഉണ്ട് ഇപ്പൊ നിലവിൽ. 4 JCB മാത്രമാണുള്ളത്. 15 അടിയോളം ഉയരത്തിലുള്ള മണ്ണ് നീക്കാൻ വേണ്ടി അല്ലേ? ആ 4 JCBയും ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയോ? പ്രവർത്തിച്ചു തുടങ്ങി. JCB ഇപ്പോൾ ഈ സൈഡിലെ റോഡ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, സസ്പെക്ട് ചെയ്ത ഏരിയയിലേക്ക് ഇതുവരെ JCB തൊട്ടിട്ടില്ല. അതായത് കുടുങ്ങിക്കിടക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന സ്ഥലത്തേക്ക് JCB ഇനിയും എത്തിയിട്ടില്ല. ഇല്ല, അതിന് തൊട്ടപ്പുറമായിട്ട് അവർ മണ്ണെടുക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറം എടുക്കുന്നു. ഇന്നലെ രാവിലെ ഞങ്ങൾ വന്നപ്പം SP ഞങ്ങള് മണ്ണിന്റെ മുകളിൽ കയറ്റി പ്രകടനം നടത്തിയ സ്ഥലത്താണ് അവരിപ്പം ഒരു JCB ഒന്നും മണ്ണെടുത്തോണ്ടിരിക്കുന്നത്. SPO, DYSPO, അതല്ല കളക്ടറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറോ റവന്യൂ അധികാരികളോ തഹസീൽദാരോ ആരും സ്ഥലത്തില്ലേ? ഇപ്പൊ ഈ സ്ഥലത്ത് ആരുമില്ല. ആ സംഭവം നടന്ന സ്ഥലത്ത് ആരുമില്ല, മിലിറ്ററിയുടെ സാന്നിധ്യവുമില്ല. ഞങ്ങളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് ആരുമില്ല. അതല്ലേ ഈ സ്പോട്ട്, റെസ്ക്യൂ മിഷൻ നടക്കുന്ന സ്പോട്ട് അത് തന്നെയല്ലേ? അതെ, അപ്പുറ വശം ഉണ്ട്, അവിടെ ആരും ഉണ്ടാവാറില്ല സാധാരണ. അവിടെ ആരും ഉണ്ടോ അറിയില്ല, പക്ഷെ ഈ ഭാഗത്ത് ആരുമില്ല. ഇവിടെയാണ് 90% അധികാരികളെല്ലാവരും. ഇപ്പൊ ഏകദേശം എത്ര രക്ഷാപ്രവർത്തകർ അവിടെ കാണും ജിതിൻ? മൊത്തം നോക്കിയാൽ ഏകദേശം ഒരു 50ഓളം രക്ഷാപ്രവർത്തകർ അവിടെ ഉണ്ടോ? 50ഓളം ഉണ്ടോന്ന് എനിക്ക് ഡൗട്ടാണ്. ഇപ്പം ഇവിടെ മണ്ണെടുക്കുന്ന സ്ഥലത്ത് 50ഓളം ഒന്നുമില്ല. ഇപ്പം മണ്ണെടുക്കുന്ന സ്ഥലത്ത് ഈ കറണ്ട് സിറ്റുവേഷൻ ഇവിടെ വാഹനം ഓടിക്കുന്ന 1 2 3 4 5 6 7 8 പേരും, അവിടെ ഒരു 10 20 25 പേരും, ഒരു 10 30 പേര് കാണും ഇപ്പം. ഓക്കെ ജിതിൻ, മനസ്സിലാക്കുന്നു. ഞാൻ ഇപ്പോൾ MLA ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം കാർവാറിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും അലംഭാവം തുടരുകയാണ്. ഇന്നലെ ഒന്ന് വേഗത്തിൽ ഉച്ചയോടുകൂടി രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും മന്ദീഭവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, 6:30 തുടങ്ങുമെന്ന് പറഞ്ഞതാണ്. 7:30 ആയിട്ടും മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനും സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല അല്ലേ ജിതിൻ? അതെ, തീർച്ചയായിട്ടും ഒരു അധികാരികൾ ആരും ഇവിടെ ഇല്ല. ഞങ്ങൾ ഇപ്പൊ കളക്ടറെ ഫോണിൽ വിളിച്ചിട്ടാണ് അനുമതി നേടിയിരിക്കുന്നത്. വളരെ വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ്. തീർച്ചയായിട്ടും ജിതിൻ നമുക്കത് റിപ്പോർട്ട് ചെയ്യാം. മാത്രമല്ല SP വന്നാൽ ഉടൻ തന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യാം. ജിതിന് എനിക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യണം, ഇതിന് ശേഷം ജിതിന് കൊടുക്കാം. റൈറ്റ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജിതിൻ അവിടെ നിന്ന് പറയുന്നത്. ജിതിൻ അവിടെ കാണുന്ന കാഴ്ചകൾ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതെന്താണ് കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജില്ലാ ഭരണകൂടത്തിൻ്റെ വളരെ ദയനീയമായ ഒരു പ്രകടനമാണ് അവിടെ കാണുന്നത്. പരാജയം, സമ്പൂർണ്ണ പരാജയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതുവരെയും സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുന്നു. ഔദ്യോഗികമായ രക്ഷാപ്രവർത്തനം തുടങ്ങി ഏകദേശം 1.5 മണിക്കൂർ പിന്നിടേണ്ട സമയമായിരിക്കുന്നു. ഇതുവരെ ജില്ലാ ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, SPO, അതല്ല കളക്ടറോ കളക്ടറുടെ ലെവലിൽ താഴെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരോ സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല. ഒരു മന്ത്രി എത്തിയിട്ടില്ല. MLA കാർവാറിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, SP ഹെഡ്ക്വാർട്ടറിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് അല്പസമയം മുമ്പ് അറിയിച്ചു. ഇവരാരും എത്തിയിട്ടില്ലെന്ന് മാത്രവുമല്ല, മിലിറ്ററിയുടെ സാന്നിധ്യം ആ സ്ഥലത്തില്ല. റവന്യൂ അധികാരികൾ ഏകോപിപ്പിക്കാനില്ല. 7:40 വരെ ഒരൊറ്റ മെഷീനും ചലിച്ചില്ല എന്ന് ആലോചിക്കുമ്പോൾ എത്രമാത്രം വലിയ അലംഭാവമാണ്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നതുകൂടി പ്രേക്ഷകർ ആലോചിക്കണം. ഏതു നിമിഷവും മഴ പെയ്യാം. 8 മണിക്ക് ശേഷം കനത്ത മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. രാവിലെ 6 മണി മുതൽ 8 മണി വരെ ഏകദേശം ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അതായത് 6 മണിക്ക് ഈ മെഷീനുകൾ പ്രവർത്തിപ്പിച്ച് തുടങ്ങിയിരുന്നുവെങ്കിൽ, മണ്ണ് നീക്കി തുടങ്ങിയിരുന്നുവെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി താഴ്ചയിലേക്ക് ഈ തെരച്ചിലെത്തുമായിരുന്നു.